നമ്മൾ പ്രതീക്ഷിച്ച അവരാഗ്രഹിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇടപെടുന്നു. അങ്ങനെ നമ്മൾ മലയാളികളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരായുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന അത് വീണ്ടും പുനരാരംഭിക്കുന്നു. സൈന്യം എത്തുന്നു. അവരെ റഡാർ പരിശോധനയാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർ, അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമുക്ക് അവരുടെ വേഷവിധാനത്തിൽ കാണാം. ഇപ്പോൾ മറ്റ് യന്ത്ര സാമഗ്രികളാണോ എന്നറിയില്ല, ഒരു ജീപ്പും കടന്നു വരുന്നുണ്ട്. നമ്മൾ തത്സമയം നൽകുമ്പോൾ അതിൻ്റെതായ വിവരങ്ങൾ ലഭിക്കുന്ന പരിമിതികളുണ്ട്. എന്നാൽ പോലും സൈനിക ഉദ്യോഗസ്ഥർ ഇതിന് സജ്ജമാകുന്ന ആക്റ്റീവായി അവർ നിന്നുകൊണ്ട് ആ സിഗ്നൽ പരിശോധന നടത്തുന്ന സിഗ്നൽ പരിശോധനയുടെ വിവരങ്ങളാണ് ഇനി ലഭിക്കേണ്ടത്. അവർ പറയുന്നത് 2 തവണ കിട്ടിയപ്പോൾ സെയിം സ്പോട്ടിൽ, അതിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ നിന്ന് കുറച്ചുകൂടെ വ്യക്തത കിട്ടി. 7 മീറ്റർ ഡയമീറ്റർ, അതായത് ചുറ്റളവാണ് 7 മീറ്റർ, 2.5 മീറ്റർ താഴ്ച. അതായത് നമ്മൾ ഈ ആദ്യ പരിശോധന നടത്തുമ്പോൾ നമുക്കത് ഇപ്പോൾ അളന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് ആ 7 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ പരിശോധനകൾ മുഴുവൻ നടത്തിയത്. ഈ കുഴിച്ചു പരത്തുന്ന പരിശോധനയും 2.5 മീറ്ററോളം താഴ്ചയിലാണ്. അങ്ങനെ അവർ നൽകിയ സിഗ്നൽ വെച്ച് പരമാവധി പരിശോധിക്കുന്നു. ആ സമയം വൈകുന്നു. നമുക്കറിയാം ഒരു ദുരിത മേഖലയാണ്, അതിൻ്റെ അപകട സാധ്യതയൊക്കെ മുന്നിൽ കണ്ടായിരിക്കും സൈന്യം പിൻവാങ്ങാൻ. അവർക്ക് വലിയ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, നമ്മളതിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നമുക്കുൾപ്പെടെ ഒരു വിഷമം തോന്നി. ഒരു ജീവന്റെ തുടിപ്പ് അവിടെ കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ എന്ന് ആ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ വാർത്ത കണ്ടുകൊണ്ടിരുന്നവർ, വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഞാനും ഒരുപക്ഷെ വാർത്ത വായിച്ച അജിംഷാദൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് വീണ്ടും ഉത്തരവ് വരുന്ന ഈ റഡാർ പരിശോധനയുടെ ഉദ്യോഗസ്ഥർ തിരികെ വരുന്നത്. നമുക്കറിയാം റഡാർ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് മാധ്യമങ്ങളോട് പറയുന്നതിനൊക്കെ പരിമിതിയുണ്ട്. പക്ഷെ അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു പുനഃപരിശോധിക്കണമെന്ന ആഗ്രഹം. അവർ ഉൾപ്പെടെ നമ്മളെല്ലാം ആഗ്രഹിച്ചത് വീണ്ടും റഡാർ പരിശോധന പുനരാരംഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ പരിശോധനാ ഫലം പുറത്തുവരും ബന്ധപ്പെട്ട് കൊടുത്തതാണ്, അല്ലാതെ നിർത്തിവെക്കുന്ന ഒരു തീരുമാനമില്ല. കൈരളി ന്യൂസ് ആദ്യം മുതൽ തന്നെ തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം എത്തിയത് അത് തിരച്ചിൽ തുടരണം, അതിനുവേണ്ട സഹായവും മറ്റ് ഫ്ലഡ് ലൈറ്റുകളും ഒക്കെ അവിടെ എത്തിക്കുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിച്ചതും. അപ്പോൾ കൃത്യമായി നമ്മൾ ആ ദിശയിലൂടെ തന്നെയാണ് നീങ്ങിയത്. എന്തൊക്കെ ഉണ്ടായാലും ജീവൻ തിരിച്ചു കിട്ടണം എന്നുള്ളത് മാത്രം. തീർച്ചയായിട്ടും അജിംഷാദ്, അത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തിരച്ചിൽ അവസാനിപ്പിച്ചെന്ന് ഈ സൈനിക ഉദ്യോഗസ്ഥരൊന്നും മാധ്യമപ്രവർത്തകരോട് ആരോടും പറഞ്ഞിട്ടില്ല. അവർ പിൻവാങ്ങിയെന്നല്ല, അവർ അവിടെ സംഭവ സ്ഥലത്തുനിന്ന് മാറിപ്പോകുന്ന കണ്ടപ്പോൾ ആളുകളുടെ ഒരുപക്ഷെ അനുമാനമായിരിക്കാം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ സൈനിക ഉദ്യോഗസ്ഥരൊന്നും ഒഫീഷ്യലി നമ്മളോട് ഞങ്ങൾ ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞായിട്ട് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും സൈനിക ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകരോട് നിങ്ങൾ തിരികെ കയറാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ സന്നദ്ധ പ്രവർത്തകരും ആ സംഘടന നമ്മളോട് പങ്കുവെച്ചതുമാണ്. എന്തായാലും അത്തരമൊരു ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഇനി കഴിഞ്ഞ നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോൾ നടക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകർ, ഇപ്പോൾ മാധ്യമപ്രവർത്തകരും കുറച്ച് സന്നദ്ധ പ്രവർത്തകരും സൈന്യവും പോലീസും NDRF സേനയൊക്കെയാണുള്ളത്. നമ്മളോടൊക്കെ അല്പം മാറി നിൽക്കാൻ അവർ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കും അല്പം മാറി നിന്ന് റിപ്പോർട്ട് ചെയ്യാം. ക്യാമറമാനോട് നിൽക്കട്ടെ. വലിയ നിർണായകമാണ്. തീർച്ചയായും 2.3 മീറ്റർ ഡെപ്ത്, അതായത് 2.3 മീറ്റർ താഴ്ചയിൽ 0.7 മീറ്റർ ചുറ്റളവിൽ ആണ് തുടർച്ചയായി ശ്വാസോച്ഛ്വാസം കണ്ടത്. മണ്ണ് മൂടിയ അതിന് താഴെ നീല വെളിച്ചത്തിലാണ് റഡാർ ചലിച്ചത്. നീല വെളിച്ചമാണ് നൽകിയത്. പ്രത്യാശയുടെ നീല വെളിച്ചം എന്നത് അത് ശ്വാസോച്ഛ്വാസത്തിൻ്റെതാണ്. ശ്വസനമുണ്ട്. ആരുടേതാണത്? മനുഷ്യജീവൻ്റേതാണോ? മനുഷ്യജീവൻ്റേത് തന്നെ. ഒരുപക്ഷെ ഏതെങ്കിലും മറ്റ് ജീവജാലങ്ങളുടേതായാലും അതിനും ഈ ഘട്ടത്തിൽ പ്രാധാന്യമുണ്ട്. എല്ലാ ജീവനും പ്രാധാന്യം ഒന്നുപോലെ തന്നെ. 2.3 മീറ്റർ താഴ്ചയിൽ ഇതാ ശ്വാസോച്ഛ്വാസം കണ്ടു. റഡാർ, റഷ്യൻ നിർമ്മിതമായ റഡാർ ചലിച്ചിരിക്കുന്നത് നീല വെളിച്ചത്തിലാണ്. 7 മീറ്റർ ചുറ്റളവ്. അവിടെ തന്നെ വീണ്ടും സൈന്യത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ അത് ഒരിക്കൽ കൂടി റഡാർ പരിശോധിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ ജീവൻ തിരിച്ചെടുത്ത് മാത്രമേ പിന്നോട്ടുള്ളൂ എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ അതിനുവേണ്ട ഫ്ലഡ് ലൈറ്റുകൾ അടക്കമുള്ളവ അവിടേക്ക് എത്തിക്കുന്നു. സ്വാഭാവികമായും സൈന്യം കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് വീണ്ടും എത്തുന്നു. പ്രതീക്ഷയുടെ നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഈ കണ്ടെത്തിയ വീട് യൂനിസ് എന്ന ആളിൻ്റേതാണ്. അതായത് മുണ്ടക്കൈയിൽ ടോപ്പ് ഭാഗത്തുള്ള
യൂനിസിൻ്റെ വീടിൻ്റെ അടുക്കളയിൽ നിന്നാണ് ഇതുപോലെ ശ്വാസോച്ഛ്വാസം കണ്ടെത്തിയത്. ഭൂമിക്കടിയിൽ, ചെളിമൂടിയ ഭൂമിക്കടിയിൽ, സ്ലാബുകൾ, കോൺക്രീറ്റ് സ്ലാബുകൾക്കടിയിൽ എവിടെയോ മനുഷ്യജീവൻ, എവിടെയോ ജീവൻ തുടിക്കുന്നു, എവിടെയോ ശ്വാസോച്ഛ്വാസമുണ്ട്. അതാണ് നീല വെളിച്ചമായി എത്തിയത്. നീല വെളിച്ചമായി റഡാർ അടയാളപ്പെടുത്തിയതും അതാണ്. അവിടെ യൂനിസിൻ്റെ പിതാവിനെ കാണാനുണ്ട്, യൂനിസിൻ്റെ സഹോദരൻ നാസറിനെ കാണാനുണ്ട്. നാസറാണോ അത്? യൂനിസിൻ്റെ പിതാവാണോ? അതോ രണ്ടുപേരും ഒരുമിച്ചാണോ? കാരണം ആ വീട്ടിൽ വളർത്തുമൃഗങ്ങളില്ല. സ്വാഭാവികമായും ചെളിമൂടി ക്ലോസ്ഡായി താഴ്ന്നു പോയ ഒരു ഭാഗം എന്ന നിലയിൽ പുറത്തുനിന്ന് അവിടെ ഒഴുകിയെത്താനുള്ള സാധ്യത തുലോം കുറവാണ്. ഈ സാഹചര്യത്തിൽ അവിടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളില്ല എന്ന് യൂനിസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ യൂനിസിൻ്റെ പിതാവും അല്ലെങ്കിൽ യൂനിസിൻ്റെ സഹോദരൻ നാസറുമായിരിക്കാം ഒരുപക്ഷെ അവിടെ, അല്ലെങ്കിൽ സമീപത്തുള്ള ആരെങ്കിലും ആകാം അവിടെ, അല്ലെങ്കിൽ അതൊരു കുട്ടിയാകാം, സഹോദരനോ സഹോദരിയോ ആകാം. തീർച്ചയായും ആ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഉടമ 2.3 മീറ്റർ താഴ്ചയിലാണുള്ളത്. ആ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഉടമ 2.3 മീറ്റർ താഴ്ചയിലാണുള്ളത്. അതായത് വളരെ അടുത്ത് തന്നെ ചെളിക്കൂനകളും കോൺക്രീറ്റ് പാളികളും തീർത്ത സുരക്ഷിതത്വത്തിൽ അവർ അതിനടിയിൽ ശ്വാസോച്ഛ്വാസം നടത്തുന്നു. ഇതാണിപ്പോൾ മെഷീൻ അടയാളപ്പെടുത്തി നൽകിയത്. റഷ്യൻ നിർമ്മിത മെഷീനാണ്. 7 മീറ്റർ ചുറ്റളവാണ്. ആ സ്ഥലം ഫോക്കസ് ചെയ്ത് ഒരിക്കൽ കൂടി പിൻ പോയിന്റിൽ എവിടെയാണ് കൃത്യമായി ആ ജീവനെ അടയാളപ്പെടുത്താനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. അത് ഏതാണ്ട് വിജയിക്കുന്ന ഘട്ടം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായുള്ള ചുറ്റളവിൽ തന്നെ അത് ആ ജീവനെ കണ്ടെത്താനാകും. അവിടെ നമുക്ക് ആഴത്തിൽ പരിശോധന നടത്താം. ആ ജീവനെ നമുക്ക് ഇന്ന് തന്നെ പുറത്തെത്തിക്കാം. നോക്കൂ, നായ്ക്കൾ ഒരിക്കലും മനുഷ്യനിൽ നിന്ന് ഒട്ടും കുറവല്ല. ഈ ജീവജാലങ്ങൾ അവരുടെ ശരീരഭാഷ തന്നെ നമ്മളെ ദുഃഖിപ്പിക്കുന്നു. കാരണം ആ നായ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. 3.5 ലക്ഷം വർഷമായി മനുഷ്യനോടൊപ്പം കൂടിയ ജീവിയാണ് നായ. ആ നായയുടെ ജീവനും പ്രാധാന്യമുണ്ട്. അവൻ്റെ വിഷമം, അവൻ ഓരോ നിമിഷവും പുറത്തേക്ക് തള്ളുന്ന അവൻ്റെ ശരീരഭാഷയിലൂടെ നൽകുന്ന വിഷമം, അത് ഒരുപക്ഷെ അവൻ്റെ കൂടപ്പിറപ്പുകളായ അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ളവരായ ആ മനുഷ്യർ, അതായത് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടപ്പിറപ്പുകളായ മനുഷ്യരോടുള്ള അവൻ്റെ സ്നേഹമാണ് നിതാന്തമായി അവൻ്റെ ചലനങ്ങളിൽ പോലും നാം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒട്ടേറെ നായ്ക്കളെ നാം കണ്ടു. നായ്ക്കളെ കൈരളി ന്യൂസിൻ്റെ വാർത്താ സംഘം ആ നായ്ക്കളെ പിന്തുടർന്ന് പോവുകയും ചെയ്തു. അവർ മരത്തിൽ കയറുന്നു, വീടിനുള്ളിലേക്ക് പോകുന്നു, ചെളികളിൽ മണക്കുന്നു. അവരുടെ ഘ്രാണശക്തി എവിടെയൊക്കെയോ അവരുടെ മാസ്റ്ററിനെ, അവരുടെ യജമാനനെ, അല്ലെങ്കിൽ അവരോടൊപ്പം കളിച്ചവരെയൊക്കെ അടയാളപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെ ഓരോ നിമിഷമാണ്. അതുകൊണ്ട് നായ്ക്കളും ഒട്ടും ചെറുതല്ല മനുഷ്യനിൽ നിന്ന് എന്നുള്ളത് കൂടിയാണ് ഇങ്ങനെയുള്ള ദുരന്ത നിമിഷങ്ങളിലെങ്കിലും നാം തിരിച്ചറിയേണ്ടത്. തീർച്ചയായും ആ നായ്ക്കൾ നമ്മോടൊപ്പം കൂടിയവരാണ് 3.5 ലക്ഷം വർഷം കൊണ്ട്. തീർച്ചയായും അവരുടെ ഇതിനും പ്രാധാന്യമുണ്ട്. ഇപ്പോഴിതാ നോക്കൂ, നമുക്കിവിടേക്ക് തന്നെ എത്താം. ആ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഉടമകളിലേക്ക് നമ്മൾ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫ്ലഡ് ലൈറ്റുകൾ എത്തി. DYFIയുടെ സന്നദ്ധ പ്രവർത്തകരുണ്ട് അവരെ സഹായിക്കാൻ. സൈന്യമുണ്ട്. റഡാറിൻ്റെ ഗോദ്രേജ് കമ്പനിയുടെ റഡാറിൻ്റെ ഓപ്പറേറ്റർമാരുണ്ട്. GPR, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ, ഭൂമിയെ തുരന്ന് തരംഗങ്ങൾ എത്തിച്ച് കൃത്യമായ സിഗ്നലുകൾ നൽകുന്നതാണ്. നേരത്തെ നോക്കൂ, നിരഞ്ജനും ശിവായും പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ചുമന്ന അടയാളമാണ് കാണിക്കുന്നതെങ്കിൽ, ഈ റഡാർ ചുമന്ന അടയാളമാണ് കാണിക്കുന്നതെങ്കിൽ അത് ശബ്ദത്തിൻ്റേതാണ്. അതായത് ജീവനുള്ള വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ജീവജാലത്തിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് ചുവപ്പ് സിഗ്നലുകൾ രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ രേഖപ്പെടുത്തിയത് നീല സിഗ്നലാണ്. അതിൻ്റെ അർത്ഥം ശ്വാസോച്ഛ്വാസമുണ്ട് എന്നുള്ളതാണ്. അതും അദ്ദേഹം ഉപയോഗിച്ച വാക്ക് കൺസിസ്റ്റൻ്റായി, അതായത് തുടർച്ചയായ ആ ശ്വാസോച്ഛ്വാസമുണ്ട്. നമ്മൾ കരയ്ക്ക് നിൽക്കുന്നവർ എത്തും അവിടെ എന്നുള്ള ആ ശുഭപ്രതീക്ഷയിലാണ് ആ ശ്വാസോച്ഛ്വാസം ചലിക്കുന്നത്. ജീവജാലത്തിൻ്റേത്, മനുഷ്യനായാലും ആരായാലും എന്തായിരുന്നാലും ജീവജാലത്തിൻ്റേതാണ് ആ ശ്വാസോച്ഛ്വാസമെന്ന്. പക്ഷേ മനുഷ്യനാണ് എന്ന് 95% നാം ഉറപ്പിക്കുന്നത് ഇവിടെയാണ്. അത് യൂനിസിൻ്റെ വീടാണ്. മുണ്ടക്കൈ സ്വദേശിയായ യൂനിസിൻ്റെ വീടാണ്. മുണ്ടക്കൈ സ്വദേശിയായ യൂനിസിൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്താണ് ആ ശ്വാസോച്ഛ്വാസം കണ്ടത്. ആ ശ്വാസോച്ഛ്വാസം യൂനിസിൻ്റെ ബന്ധുക്കളുടേതോ ആവാം. കാരണം അവിടെ വളർത്തുമൃഗങ്ങളില്ല എന്ന് യൂനിസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അത് പൂർണ്ണമായും മനുഷ്യൻ്റേത് തന്നെ ആയിരിക്കാം. അത് യൂനിസിൻ്റെ കാണാതായ പിതാവിൻ്റേതാകാം, അല്ലെങ്കിൽ യൂനിസിൻ്റെ കാണാതായ സഹോദരൻ നാസറിൻ്റേതാകാം. ഇത്തരത്തിലുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആരുടേതാണ് ആ ശ്വാസോച്ഛ്വാസം? നമ്മൾ കണ്ടതാണ്. കേരളത്തിൻ്റെ അതിർത്തിക്കപ്പുറം കർണാടകയിൽ രാവിലെ 10 മുതൽ 5 വരെ റുട്ടീൻ പോലെ തെരച്ചിൽ നടത്തിയത് ഒരു മനുഷ്യജീവനായി. അങ്ങനെയല്ല,
നവോത്ഥാന കേരളത്തിൻ്റെ തുടർച്ച, ഈ ഓരോ മനുഷ്യജീവനും നൽകുന്ന പ്രാധാന്യം, ആ പ്രാധാന്യത്തിൻ്റെ രാഷ്ട്രീയ ആശയം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ അനുസ്മരിച്ചേ മതിയാകൂ. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഫ്ലഡ് ലൈറ്റുകളെത്തി ആ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഉടമയെ കണ്ടെത്തി ജീവനോടുകൂടി തന്നെ പുറത്തെത്തിക്കണം എന്ന നിർദ്ദേശം കർശനമായി ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നിന്ന്, സംസ്ഥാന ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്ന്, ഭരണസാരഥിയിൽ നിന്ന് എത്തിയിരിക്കുന്നതിൻ്റെ ഭാഗമായി സൈന്യമടക്കം, സൈന്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് പാഞ്ഞെത്തിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ പ്രവർത്തകർ അവിടെ തുടരുകയാണ്. ഒപ്പം രക്ഷാപ്രവർത്തകർ അവിടെ തുടരുകയാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ തുടരുകയാണ്. ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഉദ്യോഗസ്ഥർ അവിടെ തുടരുകയാണ്. അവരൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആ ശ്വാസോച്ഛ്വാസം കണ്ട സ്ഥലത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. വീണ്ടും റഡാർ കൂടുതൽ ഫോക്കസ് ചെയ്ത്, കൂടുതൽ ആക്യുറസിയോടെ, കൂടുതൽ കൃത്യതയോടുകൂടി ആ ശ്വാസോച്ഛ്വാസം കണ്ട സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് പരിശോധിക്കുകയാണ്. ആ നീലയുടെ പ്രത്യാശ എവിടെ നിന്നാണ് വരുന്നത്? ഭൂമിയുടെ അടിയിൽ ഏത് സ്ഥലത്ത് നിന്നാണ്? കൃത്യമായി പറയുന്നു, 2.3 മീറ്റർ താഴ്ചയിൽ ജീവനുണ്ട്. ആ ജീവൻ്റെ ശ്വാസോച്ഛ്വാസമാണ് അടയാളപ്പെടുത്തിയത് റഡാർ. 2.3 മീറ്റർ താഴ്ചയിൽ, 0.7 മീറ്റർ ചുറ്റളവിൽ, ഡയമീറ്ററിൽ അവിടെ ശ്വാസോച്ഛ്വാസമുണ്ട്, അവിടെ ജീവനുണ്ട്. ആ സ്ലാബുകൾക്കും ആ ചളികൾക്കും അടിയിൽ പ്രകൃതി തീർത്ത എല്ലാ ദുരന്തങ്ങളോടും പടവെട്ടി തന്നെയാണ് മനുഷ്യകുലം, മനുഷ്യഗോത്രം ഇന്നോളം ജീവിച്ചത്. ഒരു പ്രകൃതിക്കും നമ്മൾ തോൽപ്പിക്കാനാകില്ല എന്ന ദൃഢനിശ്ചയത്തിൽ ഇതാ ആധുനിക ശാസ്ത്രീയ മെഷീൻ്റെ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മളവിടെ നമ്മുടെ സഹോദരങ്ങളുടെ, അത് ഒരുപക്ഷെ മൃഗങ്ങളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ, ഈ ഘട്ടത്തിൽ ജീവനാണോ? ജീവനാണ്. ജീവൻ്റെ ശ്വാസോച്ഛ്വാസമാണ് നീല നിറമായി ഈ റഷ്യൻ നിർമ്മിത മെഷീൻ അടയാളപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം ഫോക്കസ് ചെയ്തിരിക്കുന്നു. സൈനിക ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, ആശ്വാസത്തിൻ്റെ ഈ വലിയ ദുരന്തത്തിലും നമുക്ക് ചേർത്ത് പിടിക്കാൻ ചെറിയ ചില ആശ്വാസം എന്ന രീതിയിൽ തന്നെ കാണാം ഇതിനെ. ആ ആശ്വാസമുള്ള കേന്ദ്രത്തിലേക്ക് നമ്മളിതാ റഡാറിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഒരിക്കൽ കൂടി ആ ശ്വാസോച്ഛ്വാസം നിരന്തരമായി ചലിച്ചത് എവിടെയാണ്? അത് യൂനിസിൻ്റെ വീട്ടിൻ്റെ അടുക്കളയുടെ ഭാഗത്താണ്. ആ അടുക്കളയോട് ചേർന്ന സ്റ്റോർ റൂമിൻ്റെ മതിലിനോട് ചേർന്നാണ്. ഇതാണ് ഉദ്യോഗസ്ഥർ, നിരഞ്ജനും ശിവായും അടക്കം ഗോദ്രേജിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. റഷ്യൻ നിർമ്മിതമായ ആ മെഷീൻ്റെ നീല നിറത്തിൽ വന്ന സന്ദേശം ജീവജാലത്തിൻ്റെ നിരന്തരമായുള്ള ശ്വാസോച്ഛ്വാസത്തിൻ്റെതാണ്. അവരവിടെ ഭൂമിക്കടിയിൽ, ആ പ്രകൃതി തീർത്ത ദുരന്തത്തിനടിയിൽ അവർ പ്രത്യാശയോടുകൂടി അവിടെ കാത്തിരിക്കുകയാണ്. അവരിലേക്കൊന്ന് പരകായ പ്രവേശം ചെയ്യൂ, അവരിലേക്ക് നമുക്കൊന്ന് പരകായ പ്രവേശം ചെയ്യാം. കാരണം അവർ ഓരോ നിമിഷവും വിളിച്ചാൽ എത്താത്ത ശബ്ദം, ആരും സഹായിക്കാനില്ലാതെ ദേഹത്ത് മുഴുവൻ ചെളി മൂടിക്കിടക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ ജീവനുണ്ട്, ഹൃദയം ചലിക്കുന്നു. പക്ഷേ അവർക്ക് സഹോദരങ്ങളിലേക്ക് പുറത്തേക്ക് എത്താനാകുന്നില്ല. ആ പെട്ടുപോയ അവസ്ഥ, ആ ഉള്ളിൽ പെട്ടുപോയ അവസ്ഥയിലേക്ക് നമുക്ക് പരകായ പ്രവേശം ചെയ്യാം. തീർച്ചയായും അവിടേക്ക് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് ആ ജീവൻ്റെ വില. അതിനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എത്തിയത്. അതിനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫ്ലഡ് ലൈറ്റുകൾ എത്തിയത്. അതിനാണ് ഇതാ സൈനികരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ സന്നദ്ധ പ്രവർത്തകരുടെ വിദഗ്ധർ അവിടേക്ക് ഓടിയെത്തിയത്. അവരിതാ തെരച്ചിൽ നടത്തുന്നു. ആ റഡാറിൻ്റെ ശ്വാസോച്ഛ്വാസം കണ്ട ആ കൃത്യമായ സ്ഥലം അടയാളപ്പെടുത്തി കൂടുതൽ പരിശോധനകൾ നടത്തുന്നു. 2-3 തവണ പരിശോധന നടത്തുന്നു. ഇനിയുള്ള ഓരോ പരിശോധനയും കൃത്യമായ ആ സ്ഥലം ഫോക്കസ് ചെയ്യാനാണ്. ആ സ്ഥലം ഫോക്കസ് ചെയ്താൽ അവിടെ ആഴത്തിലിറങ്ങിയാൽ ആ ശ്വാസോച്ഛ്വാസത്തിന്റെ ഉടമയെ കണ്ടെത്താം.